ഇല്ല ഇപ്പൊ പഠിക്കുന്നില്ല. ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബികോം കഴിഞ്ഞു. മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി എൻറ്റയർലി ഷോട്ട് ഓൺ ഐഫോൺ, അതും 15 Pro Max എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഡിവൈസിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിന് നമുക്ക് വേൾഡ് ടാലന്റ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമാണ് ഒരു തിയേറ്റർ റിലീസ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ പറ്റിയ ആൾക്കാരെ നമ്മൾ റിഹേഴ്സൽ കൊടുത്ത് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് നമ്മൾ പോയിട്ട് അവരെ കണ്ട് നമുക്ക് പറ്റാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് റിഹേഴ്സലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇല്ല വയലന്റ് അല്ല, എന്താ പറയണെന്ന് അറിയത്തില്ല, എന്നാലും ചെറുതായിട്ട് അത്ര വയലൻസ് ഒന്നുമില്ല. ആക്ഷൻ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, ഇഷ്ടത്തോടെ ശരിക്കും കൂടെ പറ്റിയതാണെന്നുണ്ടെങ്കിൽ. അത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വേറൊരു ഭാഗവും ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇവര് അനുഭവിച്ച അത്രയും സ്ട്രഗിൾ ഒന്നും കണ്ടിട്ടില്ല ഞാൻ. യുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പകിടകളി എന്ന് പറഞ്ഞ വളരെ പ്രത്യേകത പറഞ്ഞ സിനിമ, ആ ഒരു സിനിമയുടെ താരങ്ങളാണ് നമ്മുടെ മുഖങ്ങളാണ്. ഞാൻ ദേവസൂര്യ എന്നാണ് പേര്. മോഡലിംഗ് ആക്ടിങ് പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മുടെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് ആണിത്. ഞാൻ ദേവസൂര്യ ഈ സിനിമയിലൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ചെറിയ മോഡലിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം ചെയ്ത് ഇങ്ങനെ വന്നത്. പിന്നീടാണ് ഈ ഒരു ഇൻഡസ്ട്രിക്ക് മാറിയത്. ഞാൻ അന്നമരിയ. ഞാനും ബികോം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പെജന്റ് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, മോഡലിംഗ് തന്നെ. അതില് വിൻ ചെയ്തു. പിന്നെ JPM കോളേജ് കൽത്തൊട്ടി. എന്റെ വീട് ഇടുക്കി കട്ടപ്പന. ഇടുക്കി. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ആക്ടിങ് കൊണ്ടോട്ട് ഇഷ്ടമാണ്, മോണോറ്റ് അങ്ങനെയൊക്കെ. അപ്പോ പിന്നെ ആക്ടിങ് ഒരു പാഷനാക്കി. മോഡലിംഗ് ഉണ്ട്, ആക്ടിങ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ചെയ്യുന്നു. ഇല്ല ഇപ്പൊ പഠിക്കുന്നില്ല. ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബികോം കഴിഞ്ഞു. അപ്പൊ ഈ പകിടകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് കുറെ പ്രത്യേകതകളുണ്ട് അല്ലെ? ഐഫോൺ 15 ഷൂട്ട് ചെയ്തതാണ്, കുറെ സ്ഥലങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡുകൾ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടോ. ഡയറക്ടർ ഇല്ലല്ലോ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി എൻറ്റയർലി ഷോട്ട് ഓൺ ഐഫോൺ, അതും 15 Pro Max എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഡിവൈസിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിന് നമുക്ക് വേൾഡ് ടാലന്റ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമാണ് ഒരു തിയേറ്റർ റിലീസ് വരുന്നത്. കുറച്ച് സിനിമകൾ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ഈ OTT പോലെയുള്ള പ്ലാറ്റ്ഫോംസിലാണ് റിലീസ് ആയിട്ടുള്ളൂ. ഇതുവരെ തിയേറ്ററിൽ നമുക്ക് അങ്ങനെ റിലീസ് ആയിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി എന്നുള്ള ബേസിസിൽ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ന്യൂ ടാലന്റ് റെക്കോർഡ് അല്ല, വേൾഡ് ടാലന്റ് റെക്കോർഡ് എന്നാണ് അതിന്റെ പേര്. ആ റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സൗത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്തിട്ട് നമ്മളിപ്പോ ഫസ്റ്റ് ബാംഗ്ലൂര്, ചെന്നൈ, കോലാർ, ഹൈദരാബാദ് അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നത്. പിന്നെ കുറച്ച് ഭാഗം ഒരു 80% പുറത്തായിരുന്നു, 20% നമ്മൾ നാട്ടിൽ ഷൂട്ട് ചെയ്തത്. എന്താണ് ഇതിന്റെ ക്യാരക്ടേഴ്സ്? പോസിറ്റീവ് ക്യാരക്ടർ ആണോ? പോസിറ്റീവ് ആയിട്ടുള്ള കാണുമ്പോൾ കുറച്ചൊരു വയലന്റ് മൂഡാണ്. അതാണ് പടം മൊത്തത്തിൽ വയലന്റ് പടമാണ്. ക്യാരക്ടറിന്റെ പേരെന്താണ്? ക്യാരക്ടറിന്റെ പേര് ദേവ എന്നാണ് പേര്. പിന്നെ ടിറ്റോ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സെബാൻ എന്നാണ്. സെബാനും ദേവനും നിങ്ങൾ രണ്ടുപേരുമാണ് ലീഡ് ചെയ്യുന്നത്. അതെ അതെ, ഒരു മോർ ലൈക്ക് ബ്രദേഴ്സ് പോലെയാണ്. അത് ഡയറക്ടർ സജസ്റ്റ് ചെയ്ത നിഷാദ് സജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഇട്ടോളാൻ പറഞ്ഞത്. അപ്പോ നമ്മളിങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ എല്ലായിടത്തും ഇങ്ങനെ പോയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ബേസിക് ആയിട്ട്. അപ്പൊ ആ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കറങ്ങി നമ്മൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് അവിടുത്തെ ആൾക്കാരെ ഒരുപാട് പേരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പടത്തില്. ഇപ്പൊ നമ്മൾ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ പറ്റിയ ആൾക്കാരെ നമ്മൾ റിഹേഴ്സൽ കൊടുത്ത് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് നമ്മൾ പോയിട്ട് അവരെ കണ്ട് നമുക്ക് പറ്റാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് റിഹേഴ്സലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഉണ്ടായിരുന്നു. പിന്നെ
അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് കുറെ കാര്യങ്ങൾ നമുക്ക് തരണം ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മൾ അറിയാത്തൊരു നാട്ടിൽ ചെന്നിട്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അതിന് കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് നമുക്ക് കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. നമ്മള് കുറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ നമ്മുടെ ഫുട്ടേജ് പിടിച്ചു വെച്ചിട്ട് പോയി പോലീസുകാർ വന്നിട്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കുറെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കുറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ക്യാരക്ടറുടെ പേരെന്താണ്? എന്റെ ക്യാരക്ടറിന്റെ പേര് മെറീന. 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 ഇത് ദേവയുടെ പേരായിട്ടാണ്. ദേവയുടെ പേരായിട്ട്. ഈ പറഞ്ഞ പോലെ ദേവയെ പോലും വയലന്റ് ക്യാരക്ടറാണോ? എന്താണ് ക്യാരക്ടർ? ഇല്ല, വയലന്റ് അല്ല. എന്താ പറയണെന്ന് അറിയത്തില്ല, എന്നാലും ചെറുതായിട്ട് അത്ര വയലൻസ് ഒന്നുമില്ല. അല്ല, ആദ്യത്തെ സിനിമയല്ലേ? ഈ ഒരു ടീമിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ ഒരു ടീമിലേക്ക് എത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാ, ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ചാൻസ് ആയിരുന്നു. ഇതിനു മുന്നേ ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമില് സ്റ്റീജോ ചേട്ടനാണ് എന്നെ ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞതിന് ശേഷം നിഷാദൊക്കെ ഇങ്ങനെ വിളിച്ചു, കോണ്ടാക്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താല്പര്യമാണ്, ഇഷ്ടമാണ്. പിന്നെ എന്റെ നാട്ടിൽ തന്നെയാണ്. എന്റെ പോർഷൻ എല്ലാം ഫുൾ കവർ ചെയ്തത് അവിടെ തന്നെ ആയിരുന്നു. ഇല്ല, ഞാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും അധികം ഫേസ് ചെയ്തിട്ടില്ല. സ്വന്തം നാട്ടിൽ തന്നെ ഇടുക്കി ജില്ല, അവിടെയായിരുന്നു എന്റെ പോർഷൻ എല്ലാം. കംഫർട്ടബിൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. എനിക്കും വലിയ ധാരണകളൊന്നും ഇല്ല. പറഞ്ഞ് ഒരു അറിവ്, ഒരു വിശ്വാസം, അങ്ങനെ എന്റെ പേരിലാണ് വന്നത്. വന്ന് എന്റെ നാട്ടിൽ ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞു, ഇവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെ അതെ, ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്കൊരു കഷ്ടപ്പാട് വന്നിട്ടില്ല അതിനകത്ത്. ഇവരാണ് ഫുൾ കഷ്ടപ്പാടൊക്കെ ഇങ്ങനെ സഹിച്ച് ഇതെങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോയത്. എന്റെ പോർഷൻ മൊത്തം നാട്ടിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. അങ്ങനെ ഈ ക്യാരക്ടർ സോഫ്റ്റ് ക്യാരക്ടറാണോ? എങ്ങനെയാണ് ഇല്ല, സോഫ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാ ഏതോ ഒരു തരത്തിലുള്ള സോഫ്റ്റ് ക്യാരക്ടർ. എങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഈ സിനിമയിലല്ലേ പരിചയപ്പെട്ടു? ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ചിലപ്പോ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടോ? ആണാണല്ലോ അവസാനം വന്നത്. ഒരുപാട് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ശേഷം ഇതിലോട്ട് വന്ന ശേഷം എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ? അല്ല, നമ്മള് പെട്ടെന്നായിരുന്നു പുള്ളിക്കാരനെ കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യണ തലേദിവസമാണ് പുള്ളിക്കാരനെ കാണുന്നത് തന്നെ. നിഷാദ് കെയർ ഓഫ്, പിന്നെ സ്റ്റീജോ ചേട്ടൻ, നമ്മളവിടെ അഭിനയിച്ച സ്റ്റീജോ എന്ന് പറഞ്ഞ ചേട്ടൻ, ആ പുള്ളിക്കാരൻ കെയർ ഓഫിലാണ് വന്നിട്ട്. എന്നാലും കുഴപ്പമില്ല, വന്നപ്പോ തന്നെ സിംഗായി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരാഴ്ച അടുത്ത് ഷൂട്ടുണ്ടായിരുന്നു അവിടെ തന്നെ. നമ്മള് വാഗമൺ, പിന്നെ ഇവരുടെ അവിടെ ഇടുക്കി ഏരിയയിലൊക്കെ ആയിരുന്നു മെയിൻ ഷൂട്ട്. അപ്പൊ ഈ ഇടുക്കിയിലെ ഷൂട്ട് ആയതുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഷൂട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, ഇപ്പൊ എന്റെ ഷൂട്ടിന് അങ്ങനെ പോകുമ്പോ അമ്മയാണ് കൂട്ട് വരാറ്. അപ്പൊ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേ ചെയ്തിട്ടാണേലും 2 ദിവസമൊക്കെ അവിടെ നിന്നും. ആദ്യം പേടിയെന്നല്ല, അതായത് ഒന്നും അറിയില്ല. അതെ, സിനിമയിലേക്ക് അതെ അതെ അത് പറഞ്ഞപ്പോ ഒന്നും അറിയില്ലപ്പോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ഭയങ്കര കൂളാണ്, നല്ല ടീമാണ്. അപ്പോ ആ ഒരു ടീമിന്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് വർക്ക് ചെയ്ത് പോയി. ഇല്ല, ദേവയായിട്ടാ മാത്രം. ഇപ്പൊ ഈ ഒരു പ്രൊജക്ടിലേക്ക് എത്തിയത് ഇവരെ അറിയുമായിരുന്നു? ഞാൻ ചോദിച്ചാൽ നിഷാദക്കായിട്ട് നമ്മൾ പരിചയം. നിഷാദക്കായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടുന്നത് സിനിമയായിട്ട് അല്ല. ഞാൻ ചെറിയ കണ്ടന്റ് ക്രിയേഷൻ പരിപാടികളൊക്കെ ചെയ്തപ്പോ എന്റെ കുറച്ച് റീലുകൾ, നമ്മളെ കുറച്ച് കണ്ടന്റുകൾ, കുറച്ച് വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിഷാദക്കും കൂടി ചേർന്നിട്ട്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാ ത്രൂ നമ്മൾ റിലീസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് കണ്ടന്റ് ക്രിയേഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് പുള്ളിക്കാരൻ. അതെ, അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആ ഒരു ടീമൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ അന്നും ഈ സംഭവങ്ങൾ ചെയ്തത്. പിന്നീടാണ് ഒരു സിനിമ എന്തുകൊണ്ട് ചെയ്തുകൂടാ, അതും വ്യത്യസ്തമായിട്ട് ഒരു ഫോണിൽ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൂടാ. അതായത് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു സംഭവമല്ല. അതെ അതെ, ഫുൾ ഓഫ് ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മള് എന്തുകൊണ്ട് ഇതിൽ എടുത്തുകൂടാ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇങ്ങനൊരു സംഭവം, ഒരു ആശയം വന്നത്. അതും പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഇതൊരു എക്സ്പെരിമെന്റ് ആണെങ്കിലും നമ്മളിതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഡൗട്ട് എങ്ങനെ വരും. ഇപ്പൊ തിയേറ്ററിൽ ഇറക്കുന്ന ഒരു പടമാണ്, നമ്മൾ ഈ ചെറിയ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ. അതിൽ വരുമ്പോൾ നമ്മുടെ സ്ക്രീൻ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ, ടെക്നിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിന്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴൊക്കെ നമുക്ക് ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിൽ സാധനം ഔട്ട് വന്നിട്ടുണ്ട്. അതായത് ടെക്നിക്കൽ വൈസ് വേറെ ക്യാമറയിലാണ് പിടിച്ചതെന്നൊന്നും പറയാണ്ട് മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇതേപോലെ ഫോണിൽ തന്നെയാണ്. സിനിമ ചെയ്യുമ്പോൾ ഫോണിലാണ്, പക്ഷെ
അതിന് വേറൊരു ഔട്ടാണ്. അത് വേറെ ഔട്ടാണ്. അതായത് ക്യാമറയ്ക്ക് പകരം ഈ ഒരു ഐഫോൺ ആണ്, ബാക്കി എല്ലാതും ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. ഒരു 5-6 ഫൈറ്റ് സീൻസ് പുള്ളിക്കാരൻ ഒറ്റ ഫോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് 2 കോർണറിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവം, അത് ഇവിടുന്ന് എടുക്കും, അതേ സെയിം സംഭവം ആയിട്ട് അവിടെ നിന്ന് എടുക്കും. അങ്ങനെ അതെന്താന്ന് അതെ 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 നിഷാദക്ക് തന്നെയാണ് എന്റെ DOP ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു 5-6 കാര്യങ്ങളോളം ഒരുമിച്ച് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാനും ടിറ്റാട്ടനും പിന്നെ രഞ്ജിത എന്ന് പറഞ്ഞ ടിറ്റാട്ടന്റെ പേരായിട്ട് ചെയ്യുന്ന നന്ന, പിന്നെ കുറെ പേരുണ്ട്, ഒരു 80ഓളം പുതുമുഖങ്ങൾ തന്നെയുണ്ട്. ടിറ്റാട്ടനാണ്. ടിറ്റാട്ടന് പിന്നെ ടിറ്റാട്ടനും ഷാദൊക്കെ ആയിട്ട് സൗഹൃദമുണ്ട്. അപ്പൊ ആ ഒരു ബേസിലും പിന്നെ ടിറ്റാട്ടൻ പറ്റിയൊരു ക്യാരക്ടറാണ്. അപ്പൊ പിന്നെ നമ്മൾ അതന്നെ ചെയ്തു. ഇപ്പൊ ഇതില് ആദ്യമായിട്ടായതുകൊണ്ട് ഇവര് മുമ്പ് ക്യാരക്ടർ പറഞ്ഞു പഠിച്ചിട്ടാണോ അതൊക്കെ വന്നത്, അതോ അവിടെ വന്നിട്ടാണോ അതൊക്കെ അറിഞ്ഞത്? ഇല്ല, ഇക്ക വിളിച്ച് എന്താ ഒരു ചെറിയൊരു ഇത് തന്നു, എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. അപ്പൊ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. എനിക്കും കുറച്ച് എന്തൊക്കെയോ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പറഞ്ഞ് അന്നേരം തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് പോകാനായിട്ട് ഭയങ്കര ഒരു താല്പര്യം, ഇഷ്ടവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മൂവിയിലുള്ള വേറെ ആൾക്കാരെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടേക്കുന്നത് നിഷാദിക്ക, ദേവ. ഇല്ല, അത് ഒരു കഥ വെച്ചിട്ട് സ്പോട്ടില് ഡയലോഗ് ഇങ്ങനെ വരും. പിന്നെ എന്താ ഇടുക്കി ആ ഒരു ആളുടെ സ്ലാങ് വരണമായിരുന്നു. അതിപ്പോ നോർമലായിട്ട് ഇന്ന കാര്യം സംസാരിക്കുമ്പോൾ അത് ഞാൻ എന്റെ രീതിയിൽ അങ്ങനെ പറയുന്നത്, ആ ഒരു രീതിയിൽ അങ്ങനെ സംസാരിക്കണം. ഡയലോഗൊക്കെ അങ്ങനെ ആദ്യമേ നിഷാദിക്ക വിളിച്ച് സംസാരിക്കുമ്പോ എന്താ എന്റെ സംസാരം എന്നാന്ന് കേൾക്കാനായിട്ട് കാഷ്വൽ ആയിട്ട് ചുമ്മാ വർത്താനം അങ്ങനെ പറയും. നിഷാദിക്ക ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് വേറൊരു സ്ലാങ്, നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വേറെ എന്തോ ഒരു ഇതാ, തൃശ്ശൂർ ഭാഷ. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇത്. അപ്പൊ എന്നോട് ആദ്യം കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് എന്റെ മറുപടികൾ വരുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ നിഷാദിക്ക നീ ഓക്കെയാണ് അങ്ങനെ സംസാരിച്ചു. ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഡയറക്ടേഴ്സിനൊക്കെ പ്രത്യേകിച്ച് തൃശ്ശൂർ ആയതുകൊണ്ട് എറണാകുളത്തേക്ക് വരാം, എപ്പോഴും വന്നു പോവാം. അപ്പൊ കുറെ യാത്രകളൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഓഡീഷൻസ് ഒക്കെ കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഡയറക്ടർമാരെ കാണും, ചെല്ലും, ചാൻസ് വെക്കും. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ പതിയെ ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങി തുടങ്ങി. അപ്പൊ അങ്ങനെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ കിട്ടി. അവരായിട്ട് എപ്പോഴും കോണ്ടാക്ട് വെക്കും. എന്തെങ്കിലും അവസരങ്ങളൊക്കെ വരികയാണെങ്കിൽ പറയാന്ന് പറയും. അങ്ങനെയൊക്കെ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സബ്ജക്ട് തന്നെ ഇതിലേക്ക് തന്നെ ഇങ്ങനത്തെ പകിടകളി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഞാൻ പറഞ്ഞ വേണമെങ്കിൽ റൊമാൻറ്റിക് സിനിമ, ഫീൽ ഗുഡ് സിനിമ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഒരു ഭയങ്കര ത്രില്ലർ മൂഡിലുള്ള, പക്ഷെ ഇത് ശരിക്കും ഒരു റോ അങ്കമാലി ഡയറക്ടേഴ്സിന്റെ മൂഡിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അതോ ഇതിലേക്ക് എത്തിയതാണോ? ഇല്ല, ഇതിലേക്ക് എത്തിയതാണ്. അങ്ങനെ ഇതേപോലത്തെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു എന്നെപ്പോലുള്ള പുതുമുഖത്തിന് സംബന്ധിച്ചൊരു നല്ലൊരു ചാൻസ് ആണ് ഇതേപോലത്തെ ഒരു മൂവിയിൽ ചെയ്യാൻ. അല്ല, മാർഷൽ ആർട്സ് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. നമുക്ക് സ്പോർട്സും ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നോക്കുന്നല്ലാണ്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നിഷാദൊക്കെയാണ് ഇതിന്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. പുള്ളിക്കാരൻ ചെറിയ കൺഫൂ പരിപാടികളൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ രീതിയിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു മാത്രം. വേറെ പഠിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഡേഞ്ചർ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഡേഞ്ചർ പരിപാടികൾ ഉണ്ടായിരുന്നുള്ളതില്ലേ ഫോണിലായതുകൊണ്ട് പല പല എവിടെയെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അത് അപകടങ്ങൾ നമ്മളിപ്പോ ഈ റോട്ടിലിറങ്ങി നമ്മൾ ഫുള്ള് റോ പരിപാടി കൊണ്ട് നമ്മൾ അവിടെ കാണുന്ന സംഭവം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് സൂട്ട് ആവണമെങ്കിൽ അവിടെ അപ്പൊ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും. അത് ചിലപ്പോ വണ്ടികളുടെ ടൈലായിരിക്കും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണമായിരുന്നു. കുറെ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഫൈറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഫൈറ്റ് ഒക്കെ പക്കാണ്. പുള്ളിക്കാരനൊക്കെ നമുക്ക് വേറെ ടേക്ക് എടുക്കേണ്ട കാര്യം വരാറില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ പുള്ളിക്കാരൻ ചെയ്യുമ്പോ അതിനോടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അത് കണ്ടൊക്കെ പഠിക്കും നമ്മള്. നല്ല എക്സ്പീരിയൻസ്. പഠിച്ചതെന്താണ് ഈ ഒരു പുള്ളിക്കാരന്റെ ഈ ഫൈറ്റിന്റെ ടൈമിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് എടുക്കാൻ നോക്കും. ഒരു ഇതൊക്കെ നമുക്ക് ലൈക്ക് അതിനൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഒരു നേക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കും. പിന്നെ ആക്ടിങ്ങും പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അറിയാലോ നമുക്ക് എല്ലാവർക്കും.
ഇതിപ്പോ തിയേറ്റർ റിലീസ് തിയേറ്ററിൽ 3-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച റിലീസ്. അത് അടുത്ത പരിപാടികൾ ആലോചന തുടങ്ങിയോ അതോ ഇനിയിപ്പോ ഇതൊക്കെ അല്ല, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വേറെ 1-2 പ്രൊജക്ട്സ് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. അത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഓണത്തിന്റെ സമയത്തൊക്കെ തുടങ്ങാൻ. ഇതുപോലത്തെ ഒരു ആക്ഷൻ മൂഡ് തന്നെയായിരിക്കും അതോ വേറെ ആക്ഷൻ മൂഡാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രൊജക്ട് കൂടി ഉണ്ട്, അതിന് കൺഫേം ആവാത്തോണ്ട് തന്നെ അങ്ങനെ ഉണ്ടോ? ഞാൻ ചോദിച്ച ഒരു ആക്ഷന് ഒരു പ്രാധാന്യം അത് തന്നെയാണ് പ്രയോറിറ്റി. അല്ല, അങ്ങനൊന്നുമില്ല. നമുക്ക് എല്ലാം ചെയ്യണം എന്നാണ് താല്പര്യം. നമുക്ക് എല്ലാ ജോണറും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ആക്ഷൻ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അടുത്തൊരു സംഭവം നോക്കാം, അതെങ്ങനെയാവുന്നു നോക്കാം. അങ്ങനെയാണ്. ഇതിലിപ്പോ ആക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെ? ആവാൻ താല്പര്യമുണ്ടോ? ആക്ഷൻ അങ്ങനെയൊക്കെ ചോദിച്ചാൽ തുടങ്ങിയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, ഇഷ്ടത്തോടെ ശരിക്കും കൂടെ പറ്റിയതാണെന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വേറൊരു ഭാഗവും ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇവര് അനുഭവിച്ച അത്രയും സ്ട്രഗിൾ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ എന്റെ നാട്ടിൽ നല്ല സുഖമായിട്ട് നിന്ന് ഞാൻ അഭിനയിച്ചു. ഇല്ല കാണാൻ പോവാ. ഞാന് റിവ്യൂ കണ്ടായിരുന്നു. നമ്മളിവിടെ എറണാകുളത്തായിരുന്നു വെച്ചിരുന്നു. കണ്ടപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങള് പൊളിച്ചും പാത്തും പതിക്കും അല്ലെങ്കിൽ ഇറങ്ങി കണ്ടപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ എങ്ങനെ വരുന്നുള്ളത്. ടെക്നിക്കൽ അത് വീഡിയോ ക്വാളിറ്റി ഒക്കെ എങ്ങനെ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലൊരു ഫോണാണ് എന്നുള്ളൊരു സംഭവം. ബട്ട് ദെൻ നമ്മളിവിടെ കുറെ ടെക്നീഷ്യൻസ്മാരും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കാണാനായിട്ട്. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത് ഫോണിൽ പിടിച്ചതായിട്ടുള്ളൊരു പറഞ്ഞാൽ അറിയുന്നല്ലാണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. അപ്പൊ അതന്നെ നമുക്ക് വലിയൊരു റിലീഫായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ കണ്ട ആൾക്കാർ അഭിപ്രായം പറയുന്നു. അപ്പോ ഒരുപാട് പുതുമുഖങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കണം, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു. എനിക്കും നിങ്ങളെ ഇങ്ങനെ ഒരു അവസരം തേടി വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് കുറെ ചാൻസ് നിഷാദിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെ ആഗ്രഹം ഉള്ളവരാണെങ്കിൽ, ആ ഒരു പാഷൻ മനസ്സിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഞാനൊക്കെ അങ്ങനെ വന്ന ഒരാൾ. അപ്പൊ അങ്ങനത്തെ ഒരു ചാൻസ് വിടാതിരിക്കുക, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. താല്പര്യത്തോടെ ഇഷ്ടത്തോടെ അത് ഇഷ്ടത്തോടെ താല്പര്യത്തോടെ കാണുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് അങ്ങനെ തോന്നുന്നു. അപ്പൊ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കായിട്ട് കുറെ ചാൻസ് വരുന്നുണ്ട്, അതൊന്നും മിസ്സാക്കാതിരിക്കുക.